ക്രിസ്മസ് ഒക്കെ അല്ലേ വരാൻ പോകുന്നത്. എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള റെസിപ്പി കാണിക്കുമെന്ന് തൽക്കാലത്തിൽ നിങ്ങൾ ചോദിക്കില്ല എന്നറിയാം. അതുകൊണ്ട് ഞാൻ തന്നെയാണ് കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. ഈ കാണുന്ന ചിക്കനെ നല്ല മൊഞ്ചുള്ള ചിക്കനാക്കി മാറ്റാം. കഴുകി വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ആദ്യം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, മുളകും പൊടി, കളറിന് ആവശ്യത്തിനുള്ള കാശ്മീരി പൗഡറും കൂടി, ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും പാകത്തിന് നോക്കി ഉപ്പിടണേ. 2 സ്പൂണ് തൈരും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ സ്പൂൺ വെച്ച് മിക്സ് ചെയ്യണമെന്നൊന്നുമില്ല, കൈ വെച്ചിട്ട് വേണമെങ്കിലും മിക്സ് ചെയ്യാം കേട്ടോ. ഞാനിതിപ്പോൾ എന്തിനാ അങ്ങനെ ചെയ്തതെന്ന് ഞാൻ ഇപ്പോഴും ആലോചിക്കുകയാണ്. ഇനി നമുക്കതൊരു 1 മണിക്കൂറെങ്കിലും സെറ്റാകാൻ വെക്കാം. അതിനുശേഷം നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെളിച്ചെണ്ണ കുറച്ച് അധികം ഒഴിച്ചിട്ട് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള സവോള നല്ലപോലെ പൊരിച്ചെടുക്കാം കേട്ടോ. ഈ ഒരു പരിവാകുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കോരി മാറ്റാം. അതേ വെളിച്ചെണ്ണയ്ക്ക് പട്ട, ഗ്രാമ്പു, കുറച്ച് സ്പൈസസ് അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കുക. എന്നിട്ട് മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടി ഇട്ടിട്ട് ആവശ്യത്തിനനുസരിച്ച് തക്കാളി, ഞാനിപ്പോൾ ഇവിടെ ഒരു 1.5 തക്കാളിയും കൂടി കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കി, അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി വെള്ളം ഒട്ടും ചേർക്കാതെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ടതാ. അത്യാവശ്യത്തിലേറെ വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഊർന്നു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ആ വെള്ളം വറ്റുവോളം, ഒരു എണ്ണ തെളിഞ്ഞ് വരുവോളം കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ കാണുന്ന പോലെ തന്നെ വെളിച്ചെണ്ണ നല്ലപോലെ ഒന്ന് തെളിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവോളയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളകും എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഇനി അടച്ച് വെച്ചിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്താൽ മതി. സംഭവം റെഡി. വേണമെന്നുണ്ടെങ്കിൽ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം കുറച്ച് മല്ലിയിലയും കൂടി തൂക്കിക്കഴിഞ്ഞാൽ നല്ല മൊഞ്ചുള്ള ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പം മൊഞ്ച് മാത്രമല്ല, കഴിക്കാനും അതിൻ്റെതായ ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.